കാർത്തു കഞ്ഞി കുടിക്കാൻ സമയമായി വാ. ചന്ദ്രകാന്ത് കാർത്തു എടി കാർത്തു എത്ര നേരം കൂടി ഞാൻ അവിടെ കഞ്ഞി കുടിക്കാൻ സമയമായെന്ന് പറഞ്ഞു. ചന്ദ്രകാന്തോ ചന്ദ്രൻ നല്ല ഭംഗിയല്ലേ പിങ്കി ചേച്ചിയും കാണാൻ. എടി കഥയിലെ ഒന്നും കേൾക്കുന്നൊന്നുമില്ലേ? പൊളിയല്ലേ കാണാൻ. എടി എന്താണ് അതിൽ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? എടി എന്തോന്നടി ചെയ്യുന്ന അങ്ങേര്? ഗൗതം ഇപ്പോഴും കാല് മാറിയാ? ഇയാൾക്കില്ലേ 2 കാല് അല്ല 4 കാലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 2-3-4 തോണിയിലൊക്കെ കാല് വെക്കുന്നുണ്ട്. എനിക്ക് ഒരു സമയത്ത് ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ. എന്ത് സ്വഭാവം ഏത്? ഞാൻ ഇന്നലെയും കണ്ടേ. കാർത്തു ഞാൻ ഇന്നലെ എപ്പിസോഡ് കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചു ഗൗതം എന്തിനിങ്ങനെ പെരുമാറണേന്ന്. ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ സീരിയൽ ഒറ്റൊന്നും നട്ടലില്ല. കാർത്തു വേണ്ട വേണ്ട വേണ്ട. കുറെ ദിവസം കൊണ്ട് ഞാൻ ക്ഷമിക്കാണ്. എപ്പോഴും ഞാൻ ക്ഷമിച്ചെന്ന് വരത്തില്ല കേട്ടല്ല. എടി പറ പാറു പറ എന്താ കാർത്തു അല്ല ആദ്യം നിന്റെ ഈ ആദൂന് അതുമല്ല പിങ്കി ആദർശ് ആദർശല്ല മറ്റേ പത്രമറ്റ് അല്ല പിന്നെ എടി ഇപ്പൊ ഈ ചന്ദ്രകാന്ത് ചെക്കന്റെ പേരെന്തായിരുന്നു നാട്ടിലില്ലാത്ത? ഗൗതം. ഗൗതം എടി അങ്ങേര് നേരത്തെ പിങ്കിനെ കല്യാണം കഴിച്ചു. ആദ്യം നന്ദനെ സ്നേഹിച്ചു, പിന്നെ പിങ്കിനെ കല്യാണം കഴിച്ചു. പിങ്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നന്ദ വന്നപ്പോ സ്നേഹം മറക്കാൻ പറ്റുന്നില്ല. ഇത് കാർത്തൂന് ചെറുതായിട്ട് അരപ്പിരി ലൂസ് ആവുമ്പോ കാർത്ത് ഇങ്ങനെ വെളിവിലാതെ എന്താ ഞാൻ പറഞ്ഞത്? അങ്ങനെയല്ല, ആദ്യം പിങ്കിയെ സ്നേഹിച്ച് കാർത്തു നന്ദനല്ലേ പറഞ്ഞു. അയ്യോ ഞാൻ അതല്ല പറഞ്ഞത്, കല്യാണം കഴിഞ്ഞ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. അത് പണ്ട് ഇവര് പ്രേമിക്കുമല്ലേ, കല്യാണം കഴിഞ്ഞുള്ള കാര്യം പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ അവിടെ ഒരു ബന്ധം ഉളവാകുന്നുണ്ട്. ഓക്കെ എടി ആദ്യം നന്ദനെ കല്യാണം കഴിച്ച് അവളെ സ്നേഹിച്ചു. അത് കഴിഞ്ഞ് പിങ്കി വീണ്ടും തിരിച്ചു വന്നു. വീണ്ടും തിരിച്ചു വന്നപ്പോഴൊന്നും സ്നേഹമില്ല, ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നന്ദ ഒന്ന് ജസ്റ്റ് ഒന്ന് നൈസായിട്ട് ഒന്ന് എസ്കേപ്പ് ആയിട്ട് എന്തോ മരിച്ചെന്ന് ഒന്ന് പറഞ്ഞു കേട്ടപ്പോഴേക്ക് പിങ്കിയുടെ അടുത്ത് കല്യാണം കഴിച്ചു. പിങ്കിയുടെ അടുത്ത് കല്യാണം കഴിച്ച് ഒരു കൊച്ചു ഇങ്ങനെ നടക്കുമ്പോ വീണ്ടും നന്ദ ഒരു കൊച്ചിനെ കൊണ്ടുവന്നു. കൊച്ചിനെ കൊണ്ടുവന്നപ്പോ വെറുപ്പായി. അത് കഴിഞ്ഞ ശേഷം സ്വന്തം കുട്ടിയാണെന്ന് പറഞ്ഞപ്പോ നന്ദയുടെ അടുത്ത് സ്നേഹം തോന്നി. പിങ്കിയുടെ അടുത്ത് പറയുന്നു ഞാൻ നന്ദയെ ഒരുപാട് സ്നേഹിക്കുന്നു. അത് കഴിഞ്ഞപ്പോ നോക്കിയപ്പോ നന്ദയുടെ അടുത്ത് വെറുപ്പ്. ഇത് മാത്രമല്ല സ്വന്തം കൊച്ചിന്റെ അടുത്ത് പോലും വെറുപ്പ്. ഇത്രയും നാൾ ആ കൊച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് എന്തോന്ന് സീരിയലടേ ഇത്? സ്വഭാവം എന്റെ സീരിയലിനെ തൊട്ട് കളിക്കല്. അത് എത്രയൊക്കെ ആണെങ്കിലും കഥയല്ലേ കാർത്തു. കഥയില് ചോദ്യമില്ലെന്ന് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലെ നിസ്സാരം, ഇതിൽ ഇത്രയേ ഉള്ളൂ. നീ ഈ കാർത്തു ഇത്രയും ചിന്തിച്ചാ മതി. പിങ്കി നന്ദുവിനെ സ്നേഹിക്കണുണ്ട്. ഗൗതമിന് നന്ദുവിനെ ഇഷ്ടമാണ്. പക്ഷെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ഗൗരിയാണെന്ന് അറിഞ്ഞപ്പോ ഗൗരിയോട് ചെറിയ ഒരു പൊടിക്ക് സ്നേഹം കൂടുതൽ. എന്നാൽ ആ കൊച്ചെന്ത് വിഴച്ചോടോ, പാവല്ലേ. ഇത്രയും നാള് അച്ഛൻ 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 പറഞ്ഞ് നടന്നിട്ട് ലാസ്റ്റ് ഇപ്പൊ ചെയ്യുന്നത് മോശമല്ലേ? അത് കാർത്തു പറഞ്ഞ മാത്രല്ല നന്ദന്റെയും മറ്റേ ഗൗതമത്തിന്റെ മോതനല്ലേ അത്? അത് പറഞ്ഞൂടെ പിങ്കി? എന്റെ കാർത്തു സത്യം പറഞ്ഞ അറിയണേ. അല്ല അടുത്ത വർഷമായിരിക്കും അറിയാം. കാർത്തു അത് സത്യം പറഞ്ഞ എന്നറിയാമോ, നന്ദു ഈ നന്ദയുടെയും ഗൗതമിന്റെ കുഞ്ഞ് തന്നെ. പക്ഷെ അവർക്ക് അറിഞ്ഞൂടാ. ഇത് അടുത്ത വർഷമെങ്കിലും അറിയോ? അടുത്ത വർഷം ഒരു 2 വർഷം പോല ഒരു 4-5 മാസത്തിനകത്ത് വെച്ച് എന്തായാലും സത്യം അറിയും. അടുത്ത വർഷം അങ്ങനെയൊന്നുമില്ല. എന്തായാലും എനിക്ക് പക്ഷെ കാർത്തു പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു കാര്യം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. പക്ഷെ എന്നും പറഞ്ഞ സീരിയലിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നില്ല. ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് നീ എല്ലാം സപ്പോർട്ട് ചെയ്ത് തുടങ്ങും. അല്ല കാർത്തു, ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാ നന്ദയും ഗൗതമും സത്യം പറഞ്ഞ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഗൗരിയോട് സ്നേഹമുണ്ട്. ഗൗരിയെ ഗൗതം വിളിച്ചു കൊണ്ടുവന്നു. പക്ഷെ എന്തുകൊണ്ട് നന്ദയുടെ ഭാഗത്ത് നിന്ന് ഗൗതം ചിന്തിക്കുന്നില്ല? പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് കാർത്തു കണ്ടായിരുന്ന? ഞാൻ നിന്നെ പോലെ അല്ലല്ലോ, എനിക്ക് 24 മണിക്കൂർ. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ ഞാൻ പറയട്ടാ, പറഞ്ഞു. അവിടെ ഇന്ത്യവരത്തില് ചെറിയൊരു വെളിവെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് ഒരാളെ മാത്രമേ. ആർക്കാ? നമ്മളെ ഗൗതമിന്റെ അച്ഛനെ. കാരണം ഗൗതമിന്റെ അച്ഛൻ ഇന്ന് നന്ദയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കണുണ്ട്. എന്താന്ന് പറയണ്ടേ, നന്ദയുടെ കണ്ണിൽ കൂടി ഇന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ നന്ദ പറഞ്ഞതെല്ലാം ശരിയല്ലേ എന്ന്. അതായത് നന്ദ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഗൗതം പിങ്കിയെ വിവാഹം കഴിച്ചത്. അപ്പം ഗൗരിയെ സ്വന്തമാക്കി ഗൗതം വീട്ടിലോട്ട് കൊണ്ടുവന്നു. നന്ദ അനാഥയല്ലേ അവിടെ. ഗൗരി ഉണ്ടായിരുന്നോണ്ടല്ലേ നന്ദ ഇത്രയും നാളെ ജീവിച്ചിരുന്നത്. അപ്പം പിങ്കിയെയും നന്ദുവിനെയും പിങ്കിയെ വിവാഹം കഴിച്ച് നന്ദുവിനൊപ്പം സന്തോഷത്തോടു കൂടി ഗൗതം ജീവിക്കുന്നു. പിന്നെ എന്തിനു ഗൗരി എടുത്തോണ്ട് വരണം?
ഗൗരി മകളാണെന്നുണ്ടെങ്കില് അവിടെ നന്ദയെ അംഗീകരിച്ചൂടെ? രാമ 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 രാമ. വൈകുന്നേരം നേരങ്ങൾ സീരിയൽ കാണുന്നതിന് പകരം രാമരാമ ജപിച്ചാൽ ഐശ്വര്യ. ഈ കാർത്തു പറയുന്നത് പോലെയല്ല. പക്ഷെ കാർത്തു മറ്റൊരു ഭാഗത്തോടു കൂടി ചിന്തിച്ചു നോക്ക്. ഇവിടെ ഒരു അമ്മ സ്നേഹം ഇല്ലേ? പിങ്കി എത്രത്തോളം കുറ്റക്കാരിയാണെങ്കിലും നന്ദുവിനെ ദത്തെടുത്തതാണെങ്കിൽ പോലും നന്ദുവിനോട് പിങ്കിക്ക് സ്നേഹമില്ലേ? ശരിയാണല്ലേ, ഈ നടനെക്കാളും നല്ലതാണ് വില്ലത്തിയും നടിയും കൊള്ളാം. കാരണം പിങ്കിക്ക് നന്ദുവിനോട് സ്നേഹമുണ്ട്, അതോടൊപ്പം തന്നെ ഗൗരിയോട് വെറുപ്പില്ല. നന്ദയ്ക്ക് ഗൗരിയോട് സ്നേഹമുണ്ട്, നന്ദുവിനോട് വെറുപ്പില്ല. അപ്പൊ അത് നല്ലൊരിതല്ലേ? അതുപോലെ തന്നെ കാർത്തു പറയണ കേള്. അതുപോലെ തന്നെ പത്തരമാറ്റ സീരിയല്, അതില് ദേവയാനിക്ക് മകളോടുള്ള സ്നേഹം, മരുമകളോടുള്ള സ്നേഹം, അതും കൊള്ളാന്നുള്ള ഒരു കാര്യല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ അച്ഛന്മാർക്ക് മക്കളോടുള്ള സ്നേഹത്തിനേക്കാൾ കൂടുതലല്ലേ അമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹം? അല്ലെങ്കിൽ ഈ സീരിയൽ ഇങ്ങനെ പച്ചപിടിച്ച് കൊണ്ടുപോകുന്ന അമ്മ സ്നേഹം മക്കൾ സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ. ഒന്നെങ്കിൽ ശ്രീധരം, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ ആരെങ്കിലും. ഈ കാർത്തു ഇങ്ങനെയാണ്, നല്ലത് പറഞ്ഞാലും പിടിക്കൂല, ചീത്ത പറഞ്ഞാലും. ഈ പത്തരമാറ്റിനാണെങ്കിൽ പോലും ഇപ്പൊ മറ്റേ കൊച്ചിനടുത്ത് സ്നേഹം കാണിക്കുന്നത് ഒരു വലിയ മഹായുദ്ധം കഴിഞ്ഞിട്ടല്ലേ? മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും സ്നേഹം കിട്ടിയില്ലേ? നമുക്ക് കൊന്നിട്ട് സാരമില്ല എന്ന് പറയുന്ന പോലെ. അല്ല, നമുക്ക് എത്ര പ്രശ്നം നടന്നാലും നമ്മളോട് സ്നേഹം കാണിച്ചാ പോരെ? അതിലൊരു കുറ്റം കണ്ടുപിടിക്കേണ്ട ആവശ്യം തോന്നാണ്. നിന്റെ അമ്മായോ നല്ലവളായാ മതിയായിരുന്നു മോളെ. കാർത്തു ഡോണ്ടു ആ